ഇന്നാണെങ്കിൽ പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. ആ ഒരു ടൈമിലാണ് എനിക്ക് ബ്രെഡ് പൊരിച്ചത് കഴിക്കാനൊരാഗ്രഹം തോന്നിയത്. എന്തിനാണാവോ എല്ലാ കറണ്ടൊക്കെ റൂമിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതാ പാല് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ പാല് വെച്ചിട്ടാണ് ബ്രെഡ് പൊരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യാത്തവരാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഇതിന് ഓണർ ഇവിടെ ഉണ്ടാക്കാനല്ലോ. അപ്പോൾ അതാ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഏട്ടനാണ്. ഏട്ടന് ലീവാകുമ്പോൾ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറ്റുള്ളല്ലോ. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്, ബ്രെഡ് പൊരി. അപ്പോൾ അമ്മ അതാ രാത്രിത്തേക്കുള്ള ചോറ് റെഡിയാക്കുകയാണ്. അപ്പം നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാം. പാലിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. പാല്, മുട്ട, പഞ്ചസാര, ഏലക്കായ ഇട്ട് നല്ലവണ്ണം അടിച്ചെടുക്കുക. എംബാപ്പേൻ്റെ കട്ടും ചെയ്ത് മുടി വന്നതാണ്. എംബാപ്പ പോയിട്ട് മറ്റേ റൗഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് ഇടുക, അല്ലെങ്കിൽ ഇതിൽ മുക്കിയിട്ട് ഇടുക. അതൊക്കെ ഓരോരുത്തരെ ഇതിനനുസരിച്ച്. ഞങ്ങളെന്തായാലും ഇതിൽ മുക്കിയിട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതാ രണ്ടാൾക്കാരും നല്ല കളിയിലാണ്. എന്നാൽ മാത്രമുള്ളൂ ഞങ്ങൾക്ക് അടുക്കളയിൽ പണിയെടുക്കാം. സമയം 7 മണിയാവാനായി. ഈ ഒരു ടൈമിലാണ് ചായ കുടിക്കുന്നത്. കാരണം ഇരുട്ടായി മഴ പെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഫീലൊക്കെ കിട്ടുന്നത് രാത്രിയിലൊക്കെ. ഞങ്ങൾ ഈ ടൈമിലാണ് കുടിക്കുന്നത്. അപ്പോൾ പാൽ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡ് ആരൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആരാണ് കൃതി ബേബി ബ്രെഡ് മൂഞ്ചെടുക്കുക, എന്നാൽ കഴിക്കോ ഇല്ല. ഒരു ബ്രെഡ് കഴിച്ചാൽ അത് അവിടെ ഇടും, ഇവിടെ ഇടും. ഇതങ്ങനെയാണ്. അപ്പോൾ ഏട്ടന് കുക്കിങ്ങിലാണ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. ആളെ കിട്ടുമ്പോൾ മാത്രമുള്ളല്ലോ ഈ ഒരു കുക്കിങ്. അല്ലാത്ത ടൈം ഫുൾ ടൈം നമ്മൾ തന്നെയല്ലേ കിച്ചണിൽ. അപ്പോൾ ആൾക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇതാ പോകുന്നു കൃതി ബേബി. സ്പൈഡർമാൻ നാളെ സ്പൈഡർമാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നെയ്യ് ഒഴിച്ച് ബ്രെഡ് പാലിലും പഞ്ചസാരയും മുട്ടൊക്കെ ഇട്ട ഇതിൽ മുക്കി ഒന്ന് ഷൂ പറയാനുള്ളൂ. ഉണ്ടോ സ്പൈഡർമാനൊക്കെ എൻ്റെ കാലിൽ ചോട്ടിട്ട് ഞാൻ വിൽക്കാൻ എല്ലാ സാധനവും അവിടെ ഇവിടെ കച്ചറ വെച്ചിരിക്കണം. അങ്ങനെ പാൽ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിതവിടെ മൂക്കും തുടച്ച് ഇരിക്കുകയാണ്. എനിക്ക് മൂക്കൊലിക്കലാണ്. മൂക്കൊലിക്കുന്ന ജലദോഷം. നോർമലി നമ്മൾ അങ്ങനെ തന്നെ പറയാമല്ലോ. എന്താ പറയണതിന് കുഴപ്പമില്ലേ. അപ്പോൾ ഇതാ ആളവിടെ പണിയെടുക്കട്ടെ. ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റത്തത് എനിക്ക് തന്നെ വേണമെന്ന് ഞാൻ ഷർട്ടും പിടിച്ച് നിൽക്കുകയാണ്. കിട്ടുക ആവാം. കൃതി ബേബിനെ ലക്ഷ്യം വെച്ചാണ് ഉണ്ടാക്കിയതെങ്കിലും കൃതി ബേബി ഇതൊന്നും കഴിക്കുമെന്ന് തോന്നുന്നൊന്നുമില്ല. നോക്കിയൊക്കെ എന്തായാലും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആരാണ് ഇതിൻ്റെ ബ്രെഡ് എടുക്കുന്നത്? എങ്ങട്ടാ എന്താ ഷെഫിന് വേണ്ട പാത്രങ്ങളൊന്നും നമ്മളെ വീട്ടിലില്ലെങ്കിലും ഉള്ളതിൽ കൊണ്ട് ഓണം പോലെ എന്നല്ല, ഇല്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക, അത്ര തന്നെ. അപ്പോൾ അത് ആയി കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാനുള്ളൂ. ചൂടാറിട്ടെ എവിടേക്ക് ബ്രെഡ് പോണത്? ഇങ്ങോട്ട് ഈ ബ്രെഡ് തിന്നണുണ്ടോ? ബ്രെഡൊക്കെയാണ് അവിടെ കിടക്കണേ. ഞാൻ കഴിക്കണ ഒച്ച ഞാൻ കേട്ടിട്ടില്ലെങ്കിലും അപ്പോൾ റോട്ടിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ കേൾക്കുമെന്നാണ് എൻ്റെ അമ്മ പറയൽ. അത്രയും ഒച്ചയിലാണ് ചായക്കിനെ കേൾക്കുന്നുണ്ടോ അപ്പോൾ